ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഈ ഒരു സെഷനിൽ? മെയിൻ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കോർണർ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാക്സിമൈസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം. ഇതെന്താന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഐഡിയ ആവും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നിങ്ങളുടെ എക്സസൈസ് 12.1-ലുള്ളതാണ്. 12.1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ ഫോളോയിങ് LPP ഗ്രാഫിക്കലി. നമുക്ക് തന്നേക്കുന്ന LPP ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാം. അതിനകത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിൽ നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് തരത്തില്ല. നിങ്ങൾ ബുക്കിൽ നോക്കി ക്വസ്റ്റ്യൻ എഴുതാം. ബാക്കി ഞാനിവിടെ സോൾവ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ എഴുതി വെക്കുക. വേറെ ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് വേറെ തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഗ്രാഫിക്കലി. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കുന്നത് മാക്സിമൈസ് എന്നാണ്. മാക്സിമൈസ് എന്നാണ് ചോദ്യം. അപ്പൊ മാക്സിമൈസ് എന്തിനാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്? Z is equal to 3x plus 4y. 3x plus 4y subject to the constraints x plus y, subject to the constraints x plus y less than or equal to 4, comma x greater than or equal to 0, y greater than or equal to 0. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ മാക്സിമൈസ് ചെയ്യാനാണ് അവർ ചോദിച്ചേക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇതിന് കുറെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. കാര്യം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കമ്പനി ഉണ്ടെന്നിരിക്കും, ഒരു കമ്പനി. അപ്പൊ ആ കമ്പനിയിൽ കുറെ കാര്യങ്ങൾ, കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്നിരിക്കുക, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ഉണ്ടെന്നിരിക്കാം. അപ്പോ നമുക്ക് ആ കമ്പനി എങ്ങനെ ലാഭത്തിലാക്കാം, നമുക്കത് മാത്തമാറ്റിക്കലി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ചിലപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ ടൈം കൂട്ടിയാൽ മതിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ചില സ്പെസിഫിക്കേഷൻസ് മാറ്റിയാൽ മതിയാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലാഭം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ശരിക്കും ഇതിന്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ നെക്സ്റ്റ് സെഷനിലാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ കേസസിൽ ഇങ്ങനെ അവർ ഇക്വേഷൻസ് തന്നിട്ട് അതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം സബ്ജക്ട് ടു ദീസ് കൺസ്ട്രെയിൻസ്. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടോ നിങ്ങൾ, ഈ തന്നേക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും. ഇതിന്റെ അർത്ഥം ഇറ്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. എക്സ് ഗ്രേറ്റർ ദാൻ 0യും വൈ ഗ്രേറ്റർ ദാൻ 0 വരുവാണെങ്കിൽ അത് ഏത് ക്വാഡ്രന്റ്? എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഇക്വേഷനെ ഈസ് ഈക്വൽ ടു വെച്ച് എഴുതുക. അതായത് എക്സ് പ്ലസ് വൈ ആൻസർ ആണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതുക, 4 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ടാബുലർ കോളം മാർക്ക് ചെയ്യുക, എക്സ് മാർക്ക് ചെയ്യുക, വൈ മാർക്ക് ചെയ്യുക, ഓരോ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ 4, വൈക്ക് 0 ഇട്ട് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എത്രയാ? 4 അല്ലെ? എക്സിന് 0 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ 4, ഇനി വൈക്ക് 0 ഇട്ട് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എത്രയാ? 4. കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുക. ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് ഫിസിബിൾ റീജിയൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാനിവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെ, വേറൊരു ഇങ്ക് ഉപയോഗിച്ച് വരയ്ക്കാം. ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഗ്രാഫ് വരച്ചു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതാണ് ഒറിജിൻ 0 0. നമുക്ക് ഇത് എക്സ് ആക്സിസ് അല്ലെ? എക്സ് ആക്സിസ് ആണ്. ഇത് എന്ത് ആക്സിസാ? വൈ ആക്സിസ്. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്യാം, ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് വേറൊരു കളർ ഉപയോഗിക്കാം. 1, പിന്നെ എത്രയാ? 2, 3, എത്രയാ? 4. ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. 1, 2, 3, എത്രയാ? 4. പോയിന്റ്സ് മാർക്ക് ചെയ്തോ. വൈയില് 0 അല്ല, ഇവിടെ പോയിന്റ്സ് വരുന്ന ഏതാ? 0, 4 അല്ലേ? 0, 4 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആണല്ലോ.
04. ഇതാണ് 04. ഇനി 40 എന്ന് പറയാൻ നേരത്തെ ഇവിടെ വരും 40. ഇനി രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം. രണ്ടെണ്ണത്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? അല്ലേ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, വരച്ചു. വരച്ചിട്ടേക്ക ലൈൻ. ഓക്കെ, ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഒരു പേര് കൊടുക്കണം. പേരെന്താ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ്. ഉണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൺസ്ട്രെയിൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങളോട്. നിങ്ങൾ ഈ ഒറിജിൻ നമുക്ക് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒറിജിൻ 0 0 ആണല്ലോ, അത് നിങ്ങൾ ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് 0,0. ഇതിനെ ഞാൻ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാൻ പോണേ. ഇൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഈ 0 0 എന്നുള്ളത് 1 ഇട്ട് കൊടുക്കുക. ഇതിലെ 1. അപ്പൊ എന്താ കിട്ടുന്നത്? 1 സോറി, നിങ്ങൾ ഇൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇതിന്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ. നമുക്ക് അതിന് വേറെ വല്ല പേരും കൊടുക്കാം. എ എന്നോ വല്ല പേരും എല്ലാം കൊടുക്കാം. ഓക്കെ, ഇൻ എ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞല്ലേ കിട്ടുന്നത്. നിങ്ങൾ ഈക്വൽ ടു നോക്കണ്ട, എന്തായാലും 0 എന്ന് പറയുന്ന നേരത്ത് 4-നേക്കാളും ലെസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 0 0 ഉള്ള ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാൻ പോവാണേ. ഉണ്ടോ? ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ടോ? കേട്ടോ? അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഞാൻ ഷെയ്ഡ് ചെയ്യുമ്പോഴേ എന്തുകൊണ്ട് ഈ ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല എന്ന്. ഉണ്ടോ? ഈ ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല എന്ന് ഡൗട്ട് ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആണ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് അതൊരിക്കലും ഏത് ക്വാഡ്രന്റിലോട്ട് പോകാൻ പാടില്ല, സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഷെയ്ഡ് ചെയ്തത് കേട്ടോ. അപ്പോ അതങ്ങോട്ട് എഴുതാം. ഞാനിവിടെ എഴുതി വെക്കാം. the required, ഞാനിവിടെ റിക്വയർഡ് എന്ന് ഇത്ര എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതണേ. റിക്വയർഡ് ഇച്ചിരി സ്പേസ് കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ്. റിക്വയർഡ് ഫിസിബിൾ റീജിയൻ is that portion lying in first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ ഇരിക്കുന്നത് അല്ലേ? റിക്വയർഡ് ഫീസിബിൾ റീജിയൻ is lying in first quadrant and it is shaded in the figure. നിങ്ങൾ എക്സാമിന് ഇത് എഴുതി വെക്കണം കേട്ടോ. ഇൻ ദ ഫിഗർ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, നമ്മുടെ സ്റ്റെപ്സ്. ഞാനിവിടെ സ്റ്റെപ്സ് നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫിസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമ്മൾ എപ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്താ? കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം മാക്സിമൈസ് ആണ് ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമൈസ്, മിനിമൈസ് ആണെങ്കിൽ മിനിമൈസ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമൈസ്, മിനിമൈസ് ആണെങ്കിൽ മിനിമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മുടെ കോർണർ പോയിന്റ്സ് നമുക്ക് അറിയാം ഇപ്പൊ ഓൾറെഡി. ഞാനിവിടെ എഴുതാം. കോർണേഴ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ. ഏതൊക്കെയാ? ഞാൻ അതിനൊരു പേരും കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ വേറെ റിംഗിൽ കൊടുക്കാം കേട്ടോ. ഇത് O ആണെന്ന് വിചാരിക്കാം. O. ഓക്കെ, ഇത്
ഈ പോയിന്റ് എ ഉണ്ടോ? ഇനി ഈ പോയിന്റ് ഏതാ? ബി. അപ്പൊ കോർണേഴ്സ് ഓഫ് ദ ഫിസിബിൾ റീജിയൻ നമുക്ക് ഓ ഏതാ? 0 0, എ 4 0, ബി ഏതൊക്കെയാ? 0 4. ഓക്കെ, ഇനി നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മള് ഒരു ടേബിൾ പോലെ മാർക്ക് ചെയ്യണം കണ്ടോ? എന്നിട്ട് ഇവിടെ കോർണർ, ഇവിടെ വാല്യൂ ഓഫ് ഇസഡ്. അപ്പം ആ ഇസഡ് എന്താന്നൊക്കെ നമുക്ക് അറിയാലോ. അതെ, നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇസഡ് എന്താണ്. നമുക്ക് മാക്സിമൈസ് ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ കോർണർ പോയിന്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇസഡില്. ഓയുടെ കോർണർ പോയിന്റ്സ് ഏതൊക്കെ? 0 0 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ എന്തേ കിട്ടത്തുള്ളൂ? 0 അല്ലെ? ഇസഡ് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിടാം. ഇസഡിന്റെ വാല്യൂ, ഇസഡ് ഇക്വേഷൻ എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ഇതാണ്, 3x + 4 ആണ്. അപ്പൊ അടുത്ത വാല്യൂ, അടുത്ത പോയിന്റ് എടുക്കുക. എ പോയിന്റ് എത്രയാ? ഇവിടെ തന്നിട്ടുണ്ടല്ലോ എ എത്രയാ? 4 0. അപ്പൊ അതിവിടെ എഴുതാം 4 0. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 3 × 4 12 + 4 × 0 അത്ര വരും. ആൻസർ എന്ത് വരും? ഇസഡ് എന്ന് പറയുന്നത് 12 എന്ന് പറഞ്ഞിട്ട്. ഇനി ബി എടുക്കുക. ബിയിൽ ഏതാ ഉള്ള? 0 4. അപ്പൊ ആൻസർ വീണ്ടും നമുക്ക് എത്ര കിട്ടുന്നേ? 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. 3 × 0 0 അല്ലെ? എക്സിന് 0 അല്ലേ? +4 × 4 അപ്പൊ എത്ര വരും? 16 വരും. കണ്ടോ? ഇനി അപ്പം ഇതില് മാക്സിമം ഏതാ? 16 അല്ലേ? അപ്പൊ ഇതാണ് മാക്സിമം, ഇതാണ് എന്തെന്ന് പറയുന്നത്? മിനിമം. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാ? മാക്സിമം ഓഫ് ദ വാല്യൂ ഓഫ് ഇസഡ് ഈസ് 16 അല്ലെ? നമ്മുടെ ആൻസറിലോട്ട് ഞാൻ പോവാണേ. മാക്സിമം of the above values of z. Maximum of the above values of z is എത്രയാ? 16 ആണ്. ഈ 16. ഓക്കെ, ഹെൻസ് നമുക്ക് എന്ത് പറയാം? കൺക്ലൂഷൻ എന്താ? ഹെൻസ് maximum value of z is equal to എത്രയാ? 16, and it is attained at എവിടെയാ? ഏതാ പോയിന്റ്? 0, 4. അത് ഏതാ പോയിന്റ്? ഏതായിരുന്നു? ബി. കണ്ടോ? മനസ്സിലായണ്ടോ? നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നതെന്ന് എങ്ങനെയാണ് പിടികിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങളത് ഒന്ന് ഇപ്പൊ ഈ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കാം, എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്തതെന്നൊക്കെ നിങ്ങളൊന്നുകൂടെ ഒന്ന് നോക്കാം.